നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 12500 PSC ബുള്ളറ്റിൻ GK ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് ഇന്ന് ഭാഗം 52. ഇതിനു മുന്നേയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം ഏതാണ്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം, വർഷം 1741. അയിത്തോച്ചാടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1955 അയിത്തോച്ചാടന നിയമം പാർലമെന്റ് പാസാക്കിയത്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഏത് രാജ്യത്ത് വെച്ചാണ് റഷ്യൻ വിപ്ലവ നേതാവ് ട്രോട്സ്കി വധിക്കപ്പെട്ടത്? റഷ്യൻ വിപ്ലവ നേതാവ് ട്രോട്സ്കി വധിക്കപ്പെട്ടത് മെക്സിക്കോയിൽ വെച്ചിട്ടാണ്. മെക്സിക്കോ. വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രി ആരാണ്? വധിക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രിയാണ് LN മിശ്ര. ഏത് രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യൂപങ്ക്ചർ? അക്യൂപങ്ക്ചർ ചൈനയിലാണ് പ്രചാരത്തിലുള്ളത്. ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ്? ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. എലിഫന്റ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എലിഫന്റ് വെള്ളച്ചാട്ടം മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മൂലകൃതി ഏതാണ്? കേരള ആരാമം. കേരള ആരാമമാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ മൂലകൃതി. ഏത് രാജ്യമാണ് അലാസ്ക പ്രദേശം USA നൽകിയത്? അലാസ്ക പ്രദേശം USA നൽകിയത് റഷ്യയാണ്. റഷ്യ. ഏകാന്ത ദ്വീപ് എന്നറിയപ്പെടുന്നത് ട്രിസ്റ്റൺ ഡി കുൻഹ. ട്രിസ്റ്റൺ ഡി കുൻഹയാണ് ഏകാന്ത ദ്വീപ് എന്നറിയപ്പെടുന്നത്. താൻസന്റെ ഗുരു ആരാണ്? സ്വാമി ഹരിദാസ്. സ്വാമി ഹരിദാസ് ആണ് താൻസന്റെ ഗുരു. ഏകദാസ് തല്ലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന പ്രസിഡന്റ് ആരാണ്? ഏകദാസ് തല്ലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന പ്രസിഡന്റാണ് ഗ്യാനി സെയിൽ സിംഗ്. ഏകദാസ് തൽ. ഏകദിന ക്രിക്കറ്റിൽ 15000 റൺസ് നേടിയ ആദ്യ കളിക്കാരൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഏകദിന ക്രിക്കറ്റിൽ 15000 റൺസ് നേടിയ ആദ്യ കളിക്കാരൻ. ഏറ്റവും പഴക്കം ചെന്ന ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഏറ്റവും പഴയ ദേശീയ പതാക ഡെൻമാർക്കിന്റെ ദേശീയ പതാകയാണ്. തലശ്ശേരിയിൽ നിന്ന് 1907 മൂർക്കോത്ത് കുമാരന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണമാണ് മിതവാദി. അപ്പോൾ മിതവാദി ആരുടെ നേതൃത്വത്തിലാണ് പ്രസിദ്ധീകരിച്ചത്? മൂർക്കോത്ത് കുമാരന്റെ നേതൃത്വത്തിലാണ്. തലശ്ശേരിയിൽ നിന്ന്, വർഷം 1907. ഏഷ്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി പരാജയപ്പെട്ട യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം, 1741. ഡച്ചുകാർ പരാജയപ്പെട്ട യുദ്ധം. എറിത്രോസൈറ്റ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളാണ്. RBCയുടെ ശാസ്ത്രീയ നാമമാണ് എറിത്രോസൈറ്റ്സ്. അടുത്തതായി കുറച്ച് കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ അംഗീകരിച്ചത് 1945 ജൂൺ 26 ഐക്യരാഷ്ട്രസഭ എന്നാണ് നിലവിൽ വന്നത്? 1945 ഒക്ടോബർ 24. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വർഷമാണ് 1945 എന്ന് പറയുന്നത്. 1945 ജൂൺ 26 ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ അംഗീകരിച്ചു. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നതോ 1945 ഒക്ടോബർ 24. ബാലഗംഗാധര തിലകന്റെ പത്രമായ കേസരി മറാഠി ഭാഷയിലും മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ബാലഗംഗാധര തിലകന്റെ 2 പത്രങ്ങളാണ് കേസരിയും മറാത്തയും. കേസരി മറാഠി ഭാഷയിലും മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.
1912 മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ഉറുദു വാരികയാണ് അൽ ഹിലാൽ. PSC ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അൽ ഹിലാൽ ആരുടെ പ്രസിദ്ധീകരണമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പ്രസിദ്ധീകരണമാണ് അൽ ഹിലാൽ. വർഷം 1912. എന്നാൽ 1914 പത്രമാരണ നിയമപ്രകാരം ബ്രിട്ടീഷ് അധികാരികൾ അൽ ഹിലാൽ പിടിച്ചെടുത്തപ്പോൾ ആസാദ് തുടങ്ങിയ പത്രമാണ് അൽ ബലാഖ്. അപ്പോൾ അൽ ബലാഖും ആരുടെ പത്രമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് നിലവിൽ വന്നത്? നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് നീണ്ടകരയിലാണ്. ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് നിലവിൽ വന്നത്? മട്ടാഞ്ചേരിയിലാണ് നിലവിൽ വന്നത്. ഇതൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നീണ്ടകരയിലാണ് നിലവിൽ വന്നത്. ടൂറിസം പോലീസ് സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? മട്ടാഞ്ചേരിയിലാണ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര പട്ടണം കോട്ടയമാണ്. എന്നാൽ എറണാകുളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ല. പട്ടണം കോട്ടയം, ജില്ല എറണാകുളം. കോട്ടയം പട്ടണം എന്നാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയത്? 1989 ജൂൺ 25-നാണ്. ഡേറ്റും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. 1989 ജൂൺ 25. എറണാകുളം എന്നാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയായി മാറിയത് 1990 ഫെബ്രുവരി 4. അപ്പോൾ 1989 ജൂൺ 25 പട്ടണമായിട്ട് കോട്ടയം മാറി. ജില്ലയായി എറണാകുളം മാറിയത് 1990 ഫെബ്രുവരി 4-നാണ്. എറിത്രിയൻ കടൽ എന്നറിയപ്പെട്ടിരുന്ന കടൽ ഏതാണ്? എറിത്രിയൻ കടൽ ചെങ്കടൽ. നമ്മൾ നേരത്തെ പറഞ്ഞു എറിത്രോസൈറ്റ് എന്ന് പറയുമ്പോൾ RBCയിലെ, അപ്പോൾ അവിടെ റെഡ് ഉണ്ടല്ലോ. അപ്പൊ എറിത്രിയൻ എന്ന് പറയുമ്പോൾ റെഡ് ആണെന്ന് ആലോചിക്കുക. ചെങ്കടൽ. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണുവാണ് ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ എന്ന രോഗാണുവാണ് എലിപ്പനി ഉണ്ടാക്കുന്നത്. ഏറ്റവും വലിപ്പം കൂടിയ മത്സ്യമാണ് തിമിംഗല സ്രാവ്. തിമിംഗല സ്രാവിനാണ് ഏറ്റവും വലിപ്പം കൂടുതൽ മത്സ്യ ഇനത്തിൽ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹത്തി. ഗുവാഹത്തിയാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ലോക്തക് തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലാണ് ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത്. തുരിശിന്റെ രാസനാമം എന്താണ്? തുരിശിന്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ്. വടക്കേ ആഫ്രിക്കയിലെയും അറേബ്യയിലെയും ചൂടുള്ള മരുക്കാറ്റുകൾക്ക് പറയുന്ന പേരാണ് സിമൂൺസ്. സിമൂൺസ് എന്നത് വടക്കേ ആഫ്രിക്കയിലെയും അറേബ്യയിലെയും ചൂടുള്ള മരുക്കാറ്റുകൾക്ക് പറയുന്ന പേരാണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മിസൗറി മിസിസിപ്പി. മിസൗറി മിസിസിപ്പി വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മിസൗറി മിസിസിപ്പി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയത് ആരാണ്? പിംഗലി വെങ്കയ്യ. ആന്ധ്രാക്കാരനായ പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയത്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരവിന്ദ ഘോഷാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അരവിന്ദ ഘോഷാണ്. ഇവിടമാണ് അധ്യാത്മവിദ്യാലയം എന്ന് പാടിയത് ആരാണ്? കുമാരനാശാൻ. കുമാരനാശാനാണ്. ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജലജീവി സ്പേം വെയിൽ. ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജലജീവിയാണ് സ്പേം വെയിൽ. അയിത്തോച്ചാടനം ലക്ഷ്യമിട്ട് 1932 ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം. രൂപീകരിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. വർഷം 1932. അഖിലേന്ത്യാ ഹരിജൻ സമാജം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം ഏതാണ്? പല്ലിന്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം. ഒരേ വിഷയത്തിൽ 2 നൊബേൽ സമ്മാനം കിട്ടിയ ആദ്യ വ്യക്തിയാണ് ജോൺ ബാർഡീൻ. ഫിസിക്സിനാണ് ലഭിച്ചത്. 1956 1972 ജോൺ ബാർഡീന് ഫിസിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇലക്ട്രോകാർഡിയോഗ്രാഫ്
ഏത് അവയവത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഹൃദയം. ഹൃദയത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ECG. ഏറ്റവും വലിപ്പം കൂടിയ ഓന്തിന്റെ പേരെന്താണ്? കോമഡോ ഡ്രാഗൺ. കോമഡോ ഡ്രാഗൺ ആണ് ഏറ്റവും വലിപ്പം കൂടിയ ഓന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടന്ന നഗരമാണ് മുംബൈ. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടന്നത്. ഒരേ വിഷയത്തിൽ 2 നൊബേൽ സമ്മാനം കിട്ടിയ രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയണം? ഫ്രെഡറിക് സാംഗർ. കെമിസ്ട്രിയിലാണ് കിട്ടിയത്. അത് 1958-ലും 1980-ലും. അപ്പൊ ആദ്യമായിട്ട് ഒരേ വിഷയത്തിൽ ലഭിച്ചത് ജോൺ ബാർഡിൻ. ഫിസിക്സിനാണ് 1956-ലും 1972-ലും. രണ്ടാമതായി ലഭിച്ചത് ഫ്രെഡറിക് സാംഗറിനാണ്. കെമിസ്ട്രിയിൽ 1958-ലും 1980-ലും. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖലയാണ് കാർഷിക മേഖല. കാർഷിക മേഖലയാണ് ഇന്ത്യയുടെ നട്ടെല്ല്. ഒരേ ദൈവത്തിന്റെ വ്യത്യസ്ത നാമങ്ങളാണ് രാമനും റഹീമും എന്ന് പറഞ്ഞത് ആരാണ്? കബീർ. കബീറാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരേ ദൈവത്തിന്റെ വ്യത്യസ്ത നാമങ്ങളാണ് രാമനും റഹീമും. ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതിയാണ് ഋഗ്വേദം. ഋഗ്വേദമാണ് ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി. ഏകദിന ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികച്ച ആദ്യ കളിക്കാരനാണ് വസീം അക്രം. ഏകദിന ക്രിക്കറ്റിൽ 500 വിക്കറ്റ് തികച്ച ആദ്യ കളിക്കാരൻ ആരാണ്? വസീം അക്രമാണ്. അടുത്ത ചോദ്യം, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ വൻകരകളുടെ സംഗമസ്ഥാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാഷ്ട്രം സൈപ്രസ്. അപ്പോൾ സൈപ്രസ് ആണ് ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ വൻകരകളുടെ സംഗമിക്കുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപരാഷ്ട്രം സൈപ്രസ് ആണ്. ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യമാണ് ഖത്തർ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തറിൽ വെച്ചിട്ടാണ് ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത്. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നയും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ-ഇ പാകിസ്ഥാനും ലഭിച്ച ഏക ഭാരതീയനാണ് മൊറാർജി ദേശായി. മൊറാർജി ദേശായി. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കവും തിളനിലയുമുള്ള ലോഹമാണ് മെർക്കുറി. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കവും തിളനിലയുമുള്ള ലോഹമാണ് മെർക്കുറി. ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാറൽ മാർക്സ് ആണ്. ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവ്. ഏറ്റവും വിസ്തീർണം കൂടിയ ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് ഏത് രാജ്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യക്കാണ്. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. ശാസ്ത്രീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? കെപ്ലർ. കെപ്ലർ ആണ് ശാസ്ത്രീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് സ്പീഡായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് ഈ 12,500 കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടെ ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്